ചോദ്യം ഇതാണ്. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 300 മീറ്റർ നീളമുള്ള ട്രെയിൻ 1/2 കിലോമീറ്റർ നീളമുള്ള പാലം മറികടക്കാൻ എത്ര സമയം എടുക്കും? അപ്പോൾ ഇവിടെ വേഗത തന്നിട്ടുണ്ട്. വേഗത എത്രയാണ്? വേഗത 72 കിലോമീറ്റർ പെർ ഹവറാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ഇവിടെ ആൻസർ എല്ലാം സെക്കൻഡിലായതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് വേഗത എന്തിലോട്ടാക്കാം? മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാം. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 5/18 കൊണ്ട് ഗുണിക്കണം. 5/18 കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. 5/18 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 18 × 4 72. അപ്പം 4 × 5 എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. വേഗത 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവിടുത്തെ ദൂരം കണ്ടുപിടിക്കാം. ദൂരം എത്രയാണ്? ദൂരം ട്രെയിനിൻ്റെ നീളം എത്രയാ? 300 അധികം അത് പോകുന്ന പാലം എത്ര നീളമുള്ള പാലമാണ്? 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്ററാണ്? 500 മീറ്ററാണ്. അപ്പം എത്രയായി? 500ഉം 300ഉം കൂടി ആയപ്പോൾ 800 മീറ്റർ ആയി. ഓക്കെ ആണേ. ദൂരവും കിട്ടി, വേഗതയും കിട്ടി. അങ്ങനെയാണെങ്കിൽ സമയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സമയം ഈസ് ഈക്വൽ ടു ദൂരം ബൈ വേഗത. ദൂരം എത്രയാണ്? 800 ബൈ വേഗത എത്രയാണ്? 20. വെട്ടിക്കളയാം. ഇനി എത്ര തവണ? 40. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 40 സെക്കൻഡ് എന്ന് കിട്ടും. നമ്മുടെ സമയം എത്രയാണ്? 40 സെക്കൻഡാണ്. ആൻസർ 40 സെക്കൻഡ്.